അങ്ങനെ ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. യെസ്, എന്റെ കല്യാണമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് ഞാൻ 100 വട്ടം ആലോചിച്ച് നോക്കി. പിന്നെ കരുതി എന്റെ കല്യാണം എന്റെ സബ്സ്ക്രൈബേഴ്സ് വേറെ ഏതെങ്കിലും വഴിയിലൂടെ അറിയുന്നതിനും ഭേദം ഞാൻ തന്നെ പറഞ്ഞറിയുന്നതല്ലേ എന്നുള്ളത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെക്കുന്നത്. എന്തായാലും ഈ വരുന്ന ഞായറാഴ്ചയാണ് എന്റെ കല്യാണം വരുന്നത്. അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. പിന്നെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം. എന്തായാലും ഞാനിതൊക്കെ പറയുമ്പോൾ പലർക്കും പറയാനുണ്ടാകും. ഇത്രയും കാലം നമ്മുടെ പച്ചക്ക് ഫാമിലി വ്ളോഗേഴ്സിനെ പച്ചക്ക് പരിഹസിച്ച് പുച്ഛിച്ച് ഇന്നിരുന്ന നമ്മളെ ഗൈസില്ലേ, എല്ലാവർക്കും എസ്മി ഗൈസ് എന്ന യൂട്യൂബ് ചാനലും മാറി തുടങ്ങി. കാരണം ഇനി 2025 ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാലമാണ്. അപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല. എത്ര ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുക, ആൾക്ക് പഴയ ആൾക്ക് റിയാക്ഷൻ വീഡിയോ കാണാൻ താല്പര്യമില്ല. ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സിനാണ് തന്നെ കണ്ടന്റും കാര്യങ്ങളും. കാരണം ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോൾ കണ്ടന്റ് വരുമല്ലോ പുട്ട് തേങ്ങട്ടന്മാർക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇത് വേണ്ട, റിയാക്ഷൻ വ്ളോഗ് വേണ്ട. അപ്പം നമുക്ക് ഇനി കുറച്ച് ഫാമിലി വ്ളോഗ് ചെയ്യാമെന്ന് വെച്ച് അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഫാമിലി വ്ളോഗേഴ്സിനെ ഏറ്റവും കൂടുതൽ പുച്ഛിച്ച ഒരാളെന്ന് തന്നെ പറയാം. അപ്പം സ്മി ഗൈസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പുച്ഛിച്ചാൽ കൂടുതൽ പുച്ഛിച്ച ഗൈസ് ആയിരുന്നു. ഇപ്പോൾ അവൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ യൂട്യൂബിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചുവട് വെച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ. ഇനി അപ്പോൾ ബാക്കിയുള്ള അപ്ഡേഷനൊക്കെ വരാൻ. അപ്പോൾ എന്തായി ഉദ്ദേശിച്ചത്? അപ്പോൾ നീ റിയാക്ഷൻ വീഡിയോ നിർത്തിയോ? അയ്യടാ, എൻ്റെ റിയാക്ഷൻ വീഡിയോ കാണാനായിരുന്നു രസം. അപ്പം നീ റിയാക്ഷൻ വീഡിയോ നിർത്തി. അയ്യോ, ഇനിയിപ്പോൾ എന്ത് കാട്ടും? കളിച്ചു റിയാക്ഷൻ വീഡിയോ ഞാൻ കാണും ആകെ എൻ്റെ. അപ്പോൾ എനിക്ക് ചീജിയാണ് പിന്നെ. അപ്പം ഇനിയിപ്പോൾ കണ്ടന്റ് ആയല്ലോ. കണ്ടന്റ് ആയി വെച്ചാൽ നാളെ കല്യാണ തലേന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കും. പിന്നെ കല്യാണത്തിന് അന്ന് വീഡിയോ ഇറക്കാനാണ്. ഇനി പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഇറക്കാൻ കൊണ്ട്. അപ്പോൾ കല്യാണ തലേന്ന് വീഡിയോ ഇറക്കും, കല്യാണത്തിന് അന്ന് വീഡിയോ ഇറക്കും. പിന്നെ പിറ്റേന്ന് അടുക്കള വരെ ഒരു വീഡിയോ ആക്കി. പിന്നെ ആദ്യത്തെ സൽക്കാരത്തിന് സാധനം വാങ്ങാൻ പോകുന്ന ഗെയ്സ് അറിയും. പിന്നെ അവർക്ക് തന്ന സൽക്കാരത്തിനുള്ള ബേക്കറി വാങ്ങാൻ പോകുന്ന ഗെയ്സ് പറയും. പിന്നെ എന്താ ഉണ്ടാകുക? പിന്നെ ഞങ്ങൾ ഹണിമൂൺ ഗെയ്സ് അറിയും. പിന്നെ ഞങ്ങൾ സൽക്കാരം ഗെയ്സ് അറിയും. 1ാം സൽക്കാരം ഗെയ്സ്, 2ാം സൽക്കാരം, 3ാം സൽക്കാരം, കുറച്ച് പേര് സൽക്കാരത്തിൻ്റെ പരമ്പര തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്തൊരു ട്രിപ്പ് പോകുന്ന ഗെയ്സ് ആയിട്ട് വേറെ വീഡിയോ ഉണ്ടാവും. പിന്നെ അങ്ങനെ പിന്നെ കണ്ടന്റ് ആയല്ലോ. പിന്നെ ഫാമിലി വ്ളോഗ്സിന് പ്രത്യേകിച്ച് കണ്ടന്റ് ആവശ്യമില്ലല്ലോ. പൊട്ടുക തേങ്ങ കണ്ടന്റ് വരുമല്ലോ. എന്തൊരു അടിച്ചു വരുന്നതാണെങ്കിലും കണ്ടന്റാണ്, ഒരു പാത്രം മോറിനാണെങ്കിൽ കണ്ടന്റാണ്. അപ്പോൾ ഇത്രയും കാലം ഫാമിലി വ്ളോഗേഴ്സിനെ ഇങ്ങനെ പച്ചക്ക് പറഞ്ഞിട്ട് ഇനി ഗൈസ് എൻ്റെ കഥ എന്താവോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ നാട്ടുകാരൊക്കെ പടകുട്ടി എന്നെ റോസ്റ്റ് ചെയ്യാവോ? കാരണം ഇത്രയും കാലം എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനും നീ കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ നീ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയപ്പം. കാരണം റിയാക്ഷൻ ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല, അതൊന്നും എല്ലാം കിട്ടൂലെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ നീ എന്താട്ടി നീ മെല്ലിട്ട് കളം മാറ്റി ചോട്ടി. ഗുഡ്, വെരി ഗുഡ്, നല്ല കാര്യമാണ്. അപ്പം 2025 നീ മുൻകൂട്ടി കണ്ട് ഫാമിലി വ്ളോഗേഴ്സിനാണ് കാര്യം. ഫാമിലി വ്ളോഗേഴ്സിന് കാര്യമുള്ളൂ, അല്ലാത്ത സാധാ വ്ളോഗേഴ്സിനൊന്നും കാര്യമില്ല. അപ്പം കാരണം കണ്ടന്റ് ഉണ്ടാവുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്തായി? പിന്നെ പ്രഗ്നന്റ് റിവീലിംഗ് ആയി. പിന്നെ അത് പ്രസവം 40 അത് ഇത് എന്നൊക്കെ 90 അതൊക്കെ പറഞ്ഞ് പിന്നെ ഈ ഡ്രസ്സ് എടുക്കാൻ പോകില്ല. അങ്ങനെ കണ്ടന്റിൻ്റെ ഒരു ചാകരനായിരിക്കും. അപ്പോൾ നമ്മളെ ഗൈസും മാറിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി ഇസ്മി ഗൈസ് എന്ന യൂട്യൂബ് ചാനലും ഇനി മുതൽ റിയാക്ഷൻ വീഡിയോ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പം ഇനിയും അവന് ഫാമിലി വ്ളോഗായിട്ട് മുന്നോട്ട് പോകാനാണ് പ്ലാനിങ് തോന്നുന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് പരിപാടി ഇന്നലെ ഇട്ട റീൽസ് തോന്നുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ആൾക്കാർ എതിർത്തില്ല എന്നുണ്ടെങ്കിൽ ആ ചുളിവിടെ ഇങ്ങനെ പോയിട്ട് ഫാമിലി വ്ളോഗ് തുടങ്ങാൻ പ്ലാനിങ്ങിനാണ് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നത്. ഇനി പുട്ടൊക്കെ തേങ്ങട്ട മാർക്ക് ഇങ്ങനെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ മാർക്ക് ഇങ്ങനെ ഫാമിലി വ്ളോഗ് വരും, എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇവൻ്റെ വീഡിയോ കാണാൻ പറ്റുമോ? സങ്കടം വരുന്നു. റിയാക്ഷൻ വീഡിയോ ഇനി കാണാൻ പറ്റില്ല ഗൈസിൻ്റെ. കാരണം ഗൈസ് ഫാമിലി വ്ളോഗായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പം നമുക്ക് ഇനി കാണാം. ഓക്കെ.